ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭ മുഖപത്രം ദീപിക. കന്യാസ്ത്രീകളല്ല, മതേതര ഭരണഘടനയാണ് ബന്ദിയാക്കപ്പെട്ടത്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴികെ എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണെന്നും വിമർശനം. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് ദീപികയിലെ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം? ടോബി, മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ദീപിക പത്രം എഴുതിയിട്ടുണ്ട്, എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ അല്പം കൂടി നിലപാട് കടുപ്പിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെടുത്തു പറയുന്നത് കന്യാസ്ത്രീകളെയല്ല, വെറും 2 കന്യാസ്ത്രീകളെയല്ല അറസ്റ്റ് ചെയ്തത്, മതേതര ഇന്ത്യയുടെ ഭരണഘടനയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ് ആ ലേഖനം, ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. നിലവിലെ BJP ഇത് മനസ്സിലാക്കണം, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. രാജ്യം ഭരിക്കുന്ന BJPയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഈ എഡിറ്റോറിയൽ പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ BJP 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2024 വരെ ഏകദേശം 4316ഓളം അക്രമങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കാണാതെ പോകരുത്. ഒപ്പം തന്നെ ക്രിസ്തുമസും ഈസ്റ്ററും പരസ്യമായി ആചരിക്കാൻ സംഘപരിവാറിൻ്റെ അനുമതി തേടേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമുള്ളത്. അല്ലാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു ഒരു വിമർശനവും ഈ എഡിറ്റോറിയലുണ്ട്. അതോടൊപ്പം തന്നെ ഈ എഡിറ്റോറിയലിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് സംസ്ഥാന നേതൃത്വം മനസ്സിലാക്കണമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് സംസ്ഥാന ഘടകം മനസ്സിലാക്കണമെന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ദീപികയുടെ എഡിറ്റോറിയൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. BJP നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് ദീപികയിൽ മുഖപ്രസംഗം ഇടം പിടിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ അറസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. വിവിധ ക്രൈസ്തവ സംഘടനകളും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്.